OnePlus ഫോണുകൾക്ക് വര വീഴും കുറി വീഴും എന്നൊക്കെ പറഞ്ഞ് ഇനി ആര് കളിയാക്കി പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കഴിഞ്ഞ തവണ OnePlus പുറത്തിറക്കിയ OnePlus 11, OnePlus 11R, അതുപോലെ OnePlus Open തുടങ്ങിയ ഫോണുകൾ അവരുടെ ഒരു U-ടേൺ എടുപ്പായിരുന്നു. അടിപൊളി ഫോണുകളായിരുന്നു, വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോണുകളായിരുന്നു. എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിനുശേഷം OnePlus ഏറ്റവും പുതിയ പുറത്തിറക്കിയ OnePlus 12 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ്. OnePlusന്റെ ഇതുവരെയുള്ള പല കുറവുകളും നികത്തി വന്ന ഫോണാണ് OnePlus 12. ഈ ഒരു ഫോണിൻ്റെ നമ്മൾ നോക്കി കാണേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് S23 അൾട്രയ്ക്കും ഐഫോണിനൊക്കെ 1,30,000 രൂപ പ്രൈസ് റേഞ്ച് ആവും. പക്ഷേ അത്തരം ഫീച്ചറുകളൊക്കെ ഉള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നമുക്ക് 70,000 രൂപയ്ക്ക് വാങ്ങാം എന്നുള്ളതായിരുന്നു OnePlus 12ന്റെ സവിശേഷത. എന്നാൽ ഇനി അത്രയും പൈസയും ഒരു ഫോണിന് വേണ്ടി മുടക്കാൻ സാധിക്കാത്ത ആൾക്ക് മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോൺ OnePlus 12R. ഇവിടെ എൻ്റെ വലത് കയ്യിലിരിക്കുന്നതാണ് OnePlusന്റെ കഴിഞ്ഞ സീരീസ് ആയിട്ടുള്ള OnePlus 11R. ഇടത് കയ്യിലിരിക്കുന്നത് OnePlus 12R എന്ന് പറയുന്ന പുതിയ സ്മാർട്ട് ഫോൺ. ഈ ഒരു കളർ വേരിയന്റ് എന്നെ OnePlusന്റെ പഴയകാല ചില ഫോണുകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. OnePlus 7 അത്തരം ഫോണുകളുടെ ഒരു ഡിസൈൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തു. ഒരു നല്ല ഫോൺ എന്ന ഒരു തോന്നൽ ഇതിൻ്റെ ഡിസൈൻ നൽകുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഐഫോൺ, സാംസങ് തുടങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലെ തന്നെ OnePlus എന്ന് പറയുന്ന ബ്രാൻഡും തങ്ങളുടെ ഡിസൈൻ ഒരു യുണീക്ക് ആക്കി കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന എല്ലാ ഫോണുകളും OnePlusന്റെ ഒരുപോലെ ഇരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ ചേഞ്ച് എന്ന് പറയുന്നത് OnePlus 11-നകത്ത് അലർട്ട് സ്ലൈഡർ വലത് സൈഡിലായിരുന്നെങ്കിൽ ഇവിടെ 12ലേക്ക് വരുമ്പോൾ ഈ ഒരു അലർട്ട് സ്ലൈഡർ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇടത് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ OnePlus അത്തരത്തിൽ അലർട്ട് സ്ലൈഡർ ഫോണിന്റെ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരാൻ OnePlus പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ആന്റിന ബാർ മറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അലർട്ട് സ്ലൈഡറിനെ കറക്റ്റ് പൊസിഷനായിട്ടുള്ള ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെൽക്കം ചേഞ്ച് ഡിസൈനിൽ വന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ കണ്ടില്ലേ. ഇവിടെ 12R വന്നപ്പോൾ എക്സാക്ട് നല്ല പൊസിഷനിലേക്ക് മാറി. 11R ഏറ്റവും താഴെയായിരുന്നു ഫിംഗർ പ്രിന്റെങ്കിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിൽ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിന്റ് പൊസിഷൻ കൊണ്ടുവന്നു എന്നുള്ളത് എനിക്കൊരു വെൽക്കം ചേഞ്ച് ആയിട്ട് തോന്നി. അതുപോലെ വെയിറ്റ് ഒക്കെ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണിനകത്തും OnePlus തങ്ങളുടെ IR ബ്ലാസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിന്റെ വല സൈഡിലാണ് ഇപ്പോൾ വോളിയം ബ്രോക്കേഴ്സും പവർ ബട്ടണും. അതുപോലെ മെറ്റാലിക് ഫ്രെയിമാണ്. ഇവിടെ OnePlus 11R പ്ലാസ്റ്റിക് ഫ്രെയിം ആയിരുന്നെങ്കിൽ മെറ്റാലിക് ഫ്രെയിം കൊടുത്തുകൊണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ തന്നെ ഈ ഒരു ഫോൺ നിലനിർത്തുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ല്, Type-C പോർട്ട്, അതുപോലെ സിം ട്രേ, ഇടത് സൈഡിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അലർട്ട് സ്ലൈഡർ, മുകളിൽ ഈ പറഞ്ഞ IR ബ്ലാസ്റ്ററും സ്പീക്കർ ഗ്രില്ലും മൈക്രോഫോണും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. OnePlus 12 നേരത്തെ പുറത്തിറക്കിയപ്പോൾ അമിതമായ വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഏകദേശം 220 ഗ്രാമോളം വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 207 ഗ്രാമാണ്. പക്ഷേ ആ ഒരു 207 ഗ്രാം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ കൊള്ളാം. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം കണ്ടില്ലേ, ഫിംഗർ പ്രിന്റ് ഈ ഒരു ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ ബാക്കിൽ പതിയുന്നുണ്ട്. ഫോണിനകത്ത് ഇത്തരത്തിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഇല്ല. എന്ത് തന്നെയായാലും ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്കും ഇല്ല. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ആ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പോയിന്റിൽ കർവ്ഡ് ഡിസ്പ്ലേ, ഈവൻ സാംസങ് S24 അൾട്രയിൽ പോലും കർവ്ഡ് ഡിസ്പ്ലേ ഒഴിവാക്കി. ഈ ബസ്സിലൊക്കെ നോക്കി വളരെ തിന്നാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ലൊരു വീഡിയോ കാണുന്നതിനൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. സെൻറ്റർ പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. OnePlus 12ന്റെ ഡിസൈൻ കാര്യത്തിലും പറഞ്ഞ ഒരു കാര്യം പറയേണ്ടത്, ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ, അത് കുറച്ചുകൂടെ കർവി ആയിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. ഈ 4 കോർണറും അത്രയും ഒരു സുഖക്കുറവ് നമുക്ക് ഫിസിക്കലി നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ഫിംഗർ പ്രിന്റ് പൊസിഷൻ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും LTPO റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. OnePlus 12ലൂടെ നമ്മൾ ആദ്യമായി കണ്ട ഏറ്റവും ഹയർ ബ്രൈറ്റ്നസ് ആയിട്ടുള്ള 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും OnePlus അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ എടുത്തു പറയട്ടെ, ഈ ഒരു ബ്രൈറ്റ്നസ് സ്ലൈഡർ നമ്മൾ മാക്സിമം വെച്ചാൽ ഈ ഒരു 4500 എത്തില്ല. ബ്രൈറ്റ്നസ് നമുക്ക് ഫോണിലൂടെ എത്തിക്കാൻ സാധിക്കുന്നത് 1600 നിറ്റ്സ് വരെയാണ്. എന്നാൽ HDR കണ്ടന്റ് ഒക്കെ കാണുമ്പോൾ ചില ബ്രൈറ്റർ ആയിട്ടുള്ള സ്പോട്ടുകൾ ഈ പറയുന്ന 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസിലേക്ക് എത്തും. ഫോണിന് 6.75 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡോൾബി വിഷൻ, HDR10+ന്റെ സപ്പോർട്ട്, അതുപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ, 2160 ഹെഡ്സ് PWM ഡിമ്മിംഗ് എന്നിവ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2160 PWM ഡിമ്മിംഗ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ ഡിമ്മിംഗ് ലെവൽ നമുക്ക് കണ്ണിന് ആയാസകരമാകില്ല എന്നുള്ളതാണ്. ക്യാമറയിലേക്ക് വന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. OnePlus 11ൽ നിന്ന് കാര്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ വൈസ് അപ്ഗ്രേഡ് OnePlus 12R വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് OnePlus 11R ഉണ്ടായിരുന്നത് പോലെ 50 മെഗാപിക്സൽ, 8 മെഗാപിക്സൽ, 2 മെഗാപിക്സൽ സെയിം ക്യാമറ സെറ്റപ്പ്, സെയിം ക്യാമറ സെൻസർ, സോണി IMX890 എന്ന പ്രൈമറി സെൻസറാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഫ്രണ്ട് ക്യാമറയിൽ ഇത്തരത്തിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് സെന്റർ പഞ്ച് ഹോൾ ക്യാമറയായിട്ട് നൽകിയിരിക്കുന്നത്. സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞാൽ ഫോട്ടോകൾ കൊള്ളാം. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഘോഷയാത്രയുടെ ഫോട്ടോസാണ് എടുത്തത്. ഘോഷയാത്ര ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത്തരം ഫോട്ടോകൾ എടുത്തത്. പക്ഷേ ആ ഒരു മൂവ്മെന്റ് കൊണ്ട് ബ്ലെയർ ആയി പോകുന്നതായിട്ട് കാണാം. കണ്ടില്ലേ, ഇത് ബ്ലെയർ ആണ്. ആ ഒരു മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ബ്ലെയർ ആവുന്നത്. അപ്പോൾ നിങ്ങളേക്കും മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് ബ്ലെയർ ആയി. പക്ഷേ ഞാൻ ആദ്യമായിട്ടല്ല ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഉത്സവത്തിന് പോയി ആ ഒരു ഘോഷയാത്രയുടെ ഫോട്ടോ എടുക്കുന്നത്. മറ്റ് പല ഫോണുകളിലും ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഫോട്ടോ കിട്ടും. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു 10 ഫോട്ടോ എടുത്താൽ ഇത്തരം മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 6 എണ്ണവും ഈ ഒരു ചെറിയ ആ ഒരു ബ്ലെയറി ആയിട്ടാണ് കിട്ടുന്നത്. അല്ലാതെ ക്യാമറയുടെ ക്വാളിറ്റിയിലൊന്നും യാതൊരു കുറവില്ല. എസ്പെഷ്യലി ലോ ലൈറ്റിലൊക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. ആ ഒരു പ്രൈമറി സെൻസർ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വീഡിയോ ക്വാളിറ്റിക്കകത്ത് ഒരു കുറ്റവും പറയാനില്ല. ലോ ലൈറ്റിൽ മികച്ച അധികം ഗ്രെയിനിയൊന്നും അല്ലാത്ത നല്ല വീഡിയോ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. സെൽഫി ഫോട്ടോകളെ പറ്റി പറഞ്ഞാലും തരക്കേടില്ലാത്ത സെൽഫി ഫോട്ടോ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. വൈഡ് ആംഗിൾ ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത വൈഡ് ആംഗിൾ ഫോട്ടോകളും വീഡിയോകളും നൽകുന്നുണ്ട്. മാക്രോ ഫോട്ടോകൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ മാക്രോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ്. 2 മെഗാ പിക്സലിൻ്റെ പേരിന് വേണ്ടിയിട്ടുള്ള ഒരു മാക്രോ സെൻസർ ആണെങ്കിലും വലിയ തരക്കേടില്ലാത്ത മാക്രോ ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K 60 റെസൊല്യൂഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാമെങ്കിലും സെൽഫിയിൽ നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇവിടെയും കൊടുത്തിട്ടില്ല. ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ OnePlus തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്മാർട്ട് ഫോണിൽ 5500 mAh ബാറ്ററി കൊടുത്തു എന്നുള്ള പ്രത്യേകത ഈ ഒരു സ്മാർട്ട് ഫോണിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന OnePlus 12 പോലും 5400 mAh ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ബാറ്ററി ലൈഫിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചാർജിങ് സൈക്കിൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ 21 മണിക്കൂറും 47 മിനിറ്റുമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജറിൽ നിന്ന് ഊരിയതിന് ശേഷം 100% ഊരിയതിന് ശേഷം ഉപയോഗിക്കുന്നു. ഇനിയും 13% ബാക്കിയുണ്ട്. ഈ 21 മണിക്കൂർ 47 മിനിറ്റിൽ 7 മണിക്കൂർ 25 മിനിറ്റും എൻ്റെ സ്ക്രീൻ ഓൺ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് എങ്ങനെ പോലും ഒരു 8 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വലിയ ഗെയിമൊന്നും കളിച്ചില്ല, സാധാരണ ഉള്ള യൂസ് ആയിരുന്നു ഉപയോഗിച്ചത്. ഈ ഒരു 5500 mAh ബാറ്ററി ഇതിനകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോണിന് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വന്നിട്ടില്ല. ഫോണിൻ്റെ വെയിറ്റ് ഈ പറഞ്ഞ 206 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഒരു 5500 mAh ബാറ്ററി ഇരിക്കുന്നു എന്ന് നമുക്ക് തോന്നില്ല. കാരണം 5500 mAhന് വേണ്ടി ബാറ്ററി സൈസ് ഒന്നും അവർ കൂട്ടിയിട്ടില്ല. അല്ലാതെയാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിരിക്കുന്നത്. വെറും 26 മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം വരുന്ന 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ 100% ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കും. ഫോൺ ഇത്തരത്തിൽ നമ്മൾ കുറേ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വാം ആവുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 40 ഡിഗ്രി വരെയൊക്കെ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് 39 ആണ്. കുറച്ച് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 40.1 വരെയൊക്കെ നമുക്ക് നേരത്തെ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ റൈസ് ചെയ്തു. അതായത് 40 ഡിഗ്രി വരെയൊക്കെ റൈസ് ചെയ്തെന്ന് ചുരുക്കം. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ടോപ്പ് പ്രോസസർ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 എന്ന പ്രോസറാണ്. ഇത് അതിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന, അതായത് 2023 മൊത്തം നമ്മൾ കണ്ട ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോസറായിട്ടുള്ള 8 Gen 2 എന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിൽ 8 Gen 2 കിട്ടുന്നത് ഒരു വലിയ കാര്യമാണെന്ന് എടുത്തു പറയട്ടെ. ഇതിൻ്റെ ഒരു AnTuTu സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 12 ലക്ഷത്തിലധികമുള്ള ഒരു AnTuTu സ്കോർ ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു AnTuTu സ്കോർ പോരാ. ആക്ച്വലി ഒരു 15 ലക്ഷത്തിനടുത്ത് ഒരു AnTuTu സ്കോർ ഈ ഒരു പ്രോസസർ നൽകണം. ഫോണിന്റെ CPU ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഇത് എന്നെ ഞെട്ടിപ്പിക്കുന്നില്ല. കാരണം OnePlus 12 കണ്ട സെയിം ഒരു ഗ്രാഫ് തന്നെയാണ് നമുക്ക് ഇവിടെ OnePlus 12 R കാണിക്കുന്നത്. അതായത് ഇവിടെ എഴുതി കാണിക്കുന്ന നോ CPU തെർമൽ ത്രോട്ട്ലിംഗ് ഡിറ്റക്റ്റഡ് എന്നാണ്. നോക്കി, സാധാരണ നമ്മൾ ഈ അടുത്തിടെ S24 അൾട്രയൊക്കെ നമ്മൾ ഇത്തരത്തിൽ CPU ത്രോട്ട്ലിംഗ് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ റെഡ് ഡൗൺ ലൈൻസ് ഒരുപാട് വന്നിരുന്നു. ഇവിടെ നോക്കി ഡാർക്ക് ഗ്രീനിൽ ഒരു പ്രശ്നമില്ലാതെയാണ് 15 മിനിറ്റ് നേരം ഈ ഒരു ഫോണിന്റെ ആ ഒരു ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മെ കാട്ടിത്തരുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നൽകുന്നതിന് വേണ്ടി മാക്സിമം 16 GB റാം ഈ ഒരു ഫോണിനകത്ത് നൽകുന്നുണ്ട്. 256 GB ഇന്റർണൽ സ്റ്റോറേജ് കൊടുക്കുന്നുണ്ട്. അതും LPDDR5X റാമും UFS 4 ടൈപ്പ് സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. 90 FPS 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്, സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസ്, എല്ലാം കൊണ്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ നൽകുന്നത്. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. എബോ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ കാണാത്ത ഒരു ഫീച്ചറാണ് IP റേറ്റിംഗ്. IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റേറ്റിംഗ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OnePlus നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമ്മൾ ഡിസ്പ്ലേയിൽ വെള്ളത്തുള്ളികൾ ഇരുന്നാൽ പോലും ടച്ചിനകത്ത് യാതൊരു വിഷയമില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ആ ഒരു ഗോസ്റ്റ് ടെസ്റ്റ് ഒന്നും വെള്ളത്തുള്ളികൾ ഇരുന്നാൽ വരില്ല. മികച്ച സൗണ്ട് ക്വാളിറ്റി നൽകുന്നതിന് വേണ്ടി സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്.
നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. OnePlus പറയുന്നത് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ട് പ്ലേ ചെയ്താൽ ഗെയിം അങ്ങ് താഴെ നിന്ന് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നു, അതിൻ്റെ മുകളിലത്തെ ലെയറിൽ നിന്ന് പാട്ട് കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു റിങ് ആരെങ്കിലും ഫോൺ ചെയ്താൽ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഫോണിൻ്റെ റിങ്ങിങ് കേൾക്കും. അങ്ങനെ ഉള്ള ഒരു സ്പേഷ്യൽ ഓഡിയോ സെറ്റപ്പ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ടെന്ന് OnePlus ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല വൈഫൈയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Wi-Fi 7 അതുപോലെ NFC സപ്പോർട്ട് തുടങ്ങിയവയും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടമാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ഉള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഓക്സിജൻ OS 14 വെർഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് നോക്കി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. കുറച്ചെങ്കിലും നിങ്ങൾ കാണുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിനകത്ത് സിം ഇട്ട് ഉപയോഗിച്ചപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ചില ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ അധികമായി കാണുന്നത്. മാത്രമല്ല 3 മേജർ അപ്ഡേറ്റുകൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഫോൺ കിട്ടും. അതായത് ആൻഡ്രോയിഡ് 14 ആണ്, ആൻഡ്രോയിഡ് 17 വരെയുള്ള അപ്ഡേറ്റ് കിട്ടും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OnePlus നൽകും. അപ്പോൾ ഇനി നമുക്ക് OnePlus 11R നിന്ന് 12R വന്നപ്പോൾ മേജർ അപ്ഗ്രേഡുകൾ എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിം മാറി അലുമിനിയം ഫ്രെയിമിലേക്ക് മാറി. ഇതിനകത്ത് 8+ Gen 1 എന്ന് പറയുന്ന പ്രോസർ ആയിരുന്നു നൽകിയിരുന്നെങ്കിൽ 12R വരുമ്പോൾ അത് 8 Gen 2 എന്ന പ്രോസറിലേക്ക് മാറി. പെർഫോമൻസ് കൂടി. 5000 mAh മാത്രമേ 11R ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 5500 mAh മാറി. ഈ 11R 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിലും LTPO ആയിരുന്നില്ല. ഇവിടെ LTPO റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് പീക്ക് ബ്രൈറ്റ്നസ് 1450 നിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസിലേക്ക് മാറി. 360 Hz ആയിരുന്നു ഇതിനകത്ത് ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗിൽ, ഇവിടെ 1000 Hz ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. മാത്രമല്ല IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് OnePlus 11R നൽകിയിരുന്നില്ല, എന്നാൽ 12R അതും നൽകിയിട്ടുണ്ട്. ഇത്രയുമൊക്കെ അപ്ഗ്രേഡ് വന്നപ്പോഴും പ്രൈസ് സെയിം ആയിട്ട് നിർത്തി എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഫോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലെ വെൽക്കം ഗൈഡ്, അതുപോലെ ഒരു താങ്ക് യു ലെറ്റർ, അതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സേഫ്റ്റി ഗൈഡ്, മെമ്പർഷിപ്പ് കാർഡ്, അതുപോലെ സിം ഇജക്ടർ പിൻ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ മനോഹരമായിട്ടുള്ള ഇത്തരത്തിലൊരു ബ്ലൂ കളർ തന്നെയുള്ളൊരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ A to C കേബിളാണ് നൽകിയിരിക്കുന്നത്. OnePlus 11R വിറ്റ 39,999 രൂപയ്ക്ക് തന്നെയാണ് OnePlus 12R വിൽക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ചില ബ്രാൻഡുകൾ ചെയ്യുന്നത് പോലെ വളരെ മൈന്യൂട്ട് അപ്ഗ്രേഡുകൾ കൊണ്ടുവന്നിട്ട് ഒരു 5000 രൂപ കൂട്ടുകയല്ല OnePlus ചെയ്തത് എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ പലരും നെറ്റ് ചുളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. OnePlus അല്ലേ ഗ്രീൻ ലൈൻ വീഴില്ലേ, റെഡ് ലൈൻ വീഴില്ലേ എന്നൊക്കെയാണ്. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അപ്ഡേറ്റ് വരുമ്പോൾ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് അപ്ഡേറ്റ് വന്നേ പറയാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, OnePlusൻ്റെ കഴിഞ്ഞ ഈ അടുത്തിടെ വന്ന പല ഫോണുകളും അങ്ങനെയുള്ള വലിയ വിഷയങ്ങൾ വന്നിട്ടില്ല. OnePlus 11, OnePlus 11R, OnePlus 12, OnePlus 12R അതിൽ വന്ന് നിൽക്കുന്നു OnePlusൻ്റെ ആ ഒരു ജൈത്രയാത്ര.